السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يكفر بالإيمان فقد حبط عمله وهو في الآخرة من الخاسرين. بشد القرآن بين الله عز وجل. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അനുഗ്രഹത്താൽ നമുക്കെല്ലാം അവന്റെ ഭവനത്തിൽ ഈ അനുഗ്രഹീത ദിവസം ഒരുമിച്ച് കൂടുവാൻ തൗഫീഖ് നൽകിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്ത് നഈമിൽ നമ്മെല്ലാം ഒരുമിപ്പിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ റബ്ബ് മാപ്പാക്കി തരട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി പരിപൂർണ തഖ്വയോടെ ഈമാനോടെ ജീവിച്ച് കാമിലായ ഈമാനോടെ ലോകത്തോട് വിട പറയാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉറ്റവർക്കും ഉടയവർക്കും പടച്ചവൻ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്നാണ്. നമ്മുടെ ഇടയിലുള്ള ചർച്ച ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ളതാണ്. ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി വിജയിക്കുമോ അതല്ല എതിർ സ്ഥാനാർത്ഥി വിജയിക്കുമോ എന്നൊക്കെ എല്ലാവർക്കും ആശങ്കയുണ്ടാകുന്ന ഒരു ഘട്ടമാണ്. ഇവിടെയും വിജയ പരാജയങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ പരീക്ഷകൾ എഴുതി, അപ്പോൾ അവരും അവരുടെ രക്ഷിതാക്കളും വിജയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചുമുള്ള ചിന്തയിലും ചർച്ചയിലുമാണ്. പശ്ചിമേഷ്യയിൽ 2 ആഴ്ചത്തേക്ക് വെടിനിർത്തിയപ്പോൾ അതിനെക്കുറിച്ചും നമുക്കൊക്കെയും ആഗോളതലത്തിലുള്ള ചർച്ച വിജയപരാജയങ്ങളെ കുറിച്ചാണ്. അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ട്, അവരാണോ പരാജയപ്പെട്ടത് അതല്ല ഇറാനാണോ പരാജയപ്പെട്ടത്? ഇങ്ങനെ പല നിലയിലുള്ള വിജയ പരാജയങ്ങളെ കുറിച്ചുള്ള ചർച്ച നമ്മുടെ നാട്ടിലും ആഗോളതലത്തിലുമൊക്കെ നടക്കുന്നൊരു ഘട്ടമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആരാണ് പരാജയപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് ആപേക്ഷികമായ വിജയ പരാജയമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ട്, അധിനിവേശ ശക്തികൾ, അവർ ഏതൊരു ലക്ഷ്യത്തിലാണോ ഇറാനെ ആക്രമിച്ചിട്ടുള്ളത് ആ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയാണ് പരാജയങ്ങൾ വിലയിരുത്താൻ കഴിയുന്നത്. ഇറാനിലെ കുറെ ആളുകളെ കൊന്നൊടുക്കലാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യമായിരുന്നെങ്കിൽ അവിടെ ഇറാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം മാർച്ച് 1 വരെയുള്ള കണക്ക് പ്രകാരം 2000-ലധികം ആളുകൾ ഇറാനിൽ കൊല്ലപ്പെട്ടു, 1500-ലധികം ആളുകൾ ലെബനാനിൽ കൊല്ലപ്പെട്ടു, 100ഓളം ആളുകൾ ഇറാഖിലും. അപ്പോൾ അവർക്ക് വലിയ ആൾ നഷ്ടം ഇറാൻ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ പരമോന്നത നേതാവ് ഉൾപ്പെടെ ഒരുപാട് ആത്മീയ നേതാക്കൾ, ഒരുപാട് ഉന്നത ഭരണകർത്താക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ വലിയ ഉദ്യോഗസ്ഥർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ നാശനഷ്ടം ഇറാന് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ പരാജയം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇറാനെതിരെ അവർ യുദ്ധത്തിനിറങ്ങിയപ്പോൾ അവർ വീമ്പിളക്കിയത്, പ്രഖ്യാപിച്ചത് ഇറാനിന്റെ എല്ലാ സൈനിക ശക്തിയെയും നശിപ്പിക്കുമെന്നാണ്. ഇറാനിന്റെ ന്യൂക്ലിയർ ശേഷിയെ നശിപ്പിക്കും, ഇറാനിന്റെ ബാലിസ്റ്റിക് ശേഷിയെ നശിപ്പിക്കും, ഇറാനിന്റെ ഭരണത്തെ തന്നെ ഞങ്ങൾ മാറ്റും. ഈ ഒരു വീമ്പളക്കലോട് പ്രഖ്യാപനത്തോടു കൂടിയാണ് അമേരിക്കയും ഇസ്രായേലും യുദ്ധത്തിനിറങ്ങിയത്. എന്നാൽ ഈ ഒരു ലക്ഷ്യമൊന്നും അവർക്ക് ഇതുവരെ സാധ്യമായിട്ടില്ല.
രണ്ടാഴ്ചത്തേക്ക് താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംഭവിച്ചിരിക്കുന്ന നാശനഷ്ടം, പരാജയം കണക്കാക്കുന്നതിനും അപ്പുറത്താണ്. കാരണം ഇറാന്റെ പരമാധികാരത്തിലോ ഇറാനിന്റെ സൈനിക ശക്തിയിലോ ഇറാനിന്റെ മറ്റ് വിഭവശേഷിയിലോ ഒന്നും തൊട്ട് കളിക്കാൻ അമേരിക്ക കോടാനുകോടി രൂപ ചെലവഴിച്ചിട്ട് നടന്നിട്ടില്ല. മാത്രമല്ല, ആർക്കും തൊടാൻ കഴിയുകയില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്ന അവരുടെ F-35 വിമാനം ഇറാൻ തകർത്തെറിഞ്ഞു. അവരുടെ റഡാർ സംവിധാനങ്ങളെ ഇറാൻ തകർത്തെറിഞ്ഞു. ഇസ്രായേൽ അവർ ബൈനോക്കുലറിലൂടെ ഗസയിലെ മക്കളുടെ കരച്ചിൽ കേട്ടുകൊണ്ടിരുന്നവർ അവർ കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി, ബങ്കറുകളിൽ ഒളിക്കാൻ തുടങ്ങി. ഇവിടെയൊക്കെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പരാജയമാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും താൽക്കാലികമായി നിർത്തിയ വെടിനിർത്തൽ, പ്രഖ്യാപിച്ച വെടിനിർത്തൽ അല്ലാഹു തആല എക്കാലത്തേക്കും അത് നിർത്തുമാറാകട്ടെ. ഇതുവരെ യുദ്ധത്തിന്റെ ഭീതിയോ യുദ്ധത്തിന്റെ പ്രയാസങ്ങളോ പശ്ചിമേഷ്യയിൽ ഉണ്ടാകാത്ത നിലയിൽ അല്ലാഹു തആല സമാധാനത്തെ അവരെ പുനഃസ്ഥാപിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, അങ്ങനെ വർത്തമാന കാലത്തുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് നമ്മളിങ്ങനെ പങ്കുവെച്ചതേ ഉള്ളൂ. ഏതായാലും വിജയവും പരാജയവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാത്തിനും അപ്പുറം മനുഷ്യനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പരാജയമുണ്ട്. അത് പരലോകത്തെ പരാജയമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യലാണ് ഒരു സത്യവിശ്വാസിയുടെ ആവശ്യം. ദുനിയാവിൽ 5 വർഷത്തേക്ക് ആരെങ്കിലും ജയിച്ചു, ആരെങ്കിലും പരാജയപ്പെട്ടത് 5 വർഷത്തേക്കാണ്. ഒരു സ്കൂളിൽ പരീക്ഷ എഴുതുന്ന കുട്ടി ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു, അവന് വീണ്ടും ഒരു അവസരമുണ്ട്. യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അവർക്ക് വീണ്ടും അവസരമുണ്ട് വിജയിക്കുവാൻ. അങ്ങനെയാണ് ട്രംപ് പറഞ്ഞത് ഇറാനെ കുറിച്ച് അവരുടെ പിന്നിൽ എന്തോ വലിയൊരു ശക്തിയുണ്ടെന്നാണ്. കാഫിറായ അവർ മനസ്സിലായിട്ടുണ്ട് സത്യവിശ്വാസികളുടെ പിന്നിൽ വലിയൊരു ശക്തിയുണ്ട് എന്നുള്ളത്, അല്ലേ? വിശുദ്ധ ഖുർആൻ ഹുനൈൻ യുദ്ധത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഹുനൈൻ യുദ്ധം മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായ യുദ്ധമാണ്. കുറഞ്ഞ ആളുകൾ, കുറഞ്ഞ സൈനിക ശക്തി, കുറഞ്ഞ ആയുധങ്ങൾ, കുറഞ്ഞ സംവിധാനങ്ങൾ, പക്ഷേ ഹുനൈൻ യുദ്ധം മുസ്ലിമീങ്ങൾ വിജയം കൈവരിച്ചു. വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത്, ثم أنزل الله سكينته على رسوله وعلى المؤمنين. ആ ഹുനൈനിന്റെ രണാങ്കണത്തിൽ അല്ലാഹു തആല ആകാശലോകത്തിൽ നിന്ന് അവന്റെ റസൂലിന്റെ മേൽ, സത്യവിശ്വാസികളുടെ മേൽ അല്ലാഹു ശാന്തിയും സമാധാനവും ഇറക്കി. വഅൻസല ജുനൂദൻ ലം തറൂഹാ, അവർ കാണാത്ത ചില സൈന്യങ്ങളെ അല്ലാഹു ആ രണാങ്കണത്തിലേക്ക് ഇറക്കി കൊടുത്തു. വിശ്വാസിയായാൽ, സത്യവിശ്വാസിയുടെ ഈമാൻ പരിപൂർണമായാൽ ആരും കാണാത്ത സഹായം അല്ലാഹു ആകാശ ലോകത്ത് ഇറക്കി കൊടുക്കും. അല്ലാഹുവിനെതിരെ, സത്യത്തിനെതിരെ പോരാടി വന്ന സത്യനിഷേധികളെ അല്ലാഹു തആല ഹുനൈനിന്റെ മണ്ണിൽ ശിക്ഷിച്ചു. ഇത് അവിശ്വാസികൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലമാണെന്ന് വിശുദ്ധ ഖുർആൻ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹുനൈൻ യുദ്ധവേളയിൽ അല്ലാഹു തആല അവതരിപ്പിച്ച അതേ ആയത്താണ്. അതല്ലേ പറഞ്ഞത്, ട്രംപും പറഞ്ഞത്, എന്തോ ഇറാനുകളുടെ പിന്നിൽ അവരെ നയിക്കുന്ന വലിയൊരു ശക്തിയുണ്ട്. കാരണം ഭൗതികമായി ചിന്തിക്കുമ്പോൾ അമേരിക്കയോ ഇസ്രായേലിനെ തൊടാനുള്ള ഒരു ശക്തിയോ അവരുടെ കയ്യിലുള്ള ആയുധത്തിന്റെ പോരാടാൻ, പ്രതിരോധിക്കാനുള്ള ഒന്നും അവരുടെ കയ്യിലില്ല. പക്ഷെ അവരുടെ കയ്യിൽ ഈമാൻ ഉണ്ടല്ലോ. അല്ലാഹു ആ ഈമാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, പരാജയം ഈ ദുനിയാവിലല്ല. ദുനിയാവിലെ പരാജയത്തിനെ തിരുത്താൻ നമുക്ക് സമയമുണ്ട്. ദുനിയാവിലെ പരാജയം വന്നാൽ അത് വിജയത്തിന്റെ മുന്നോടിയായി നമുക്ക് കണക്കാക്കാം. എന്നാൽ നമുക്ക് വരുന്ന വലിയൊരു പരാജയം അത് പരലോകത്തെ പരാജയമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതാറുണ്ടല്ലോ. ആ ഖുർആനിന്റെ ആരംഭം മുതൽ അവസാനം വരെ അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞങ്ങൾ പരലോകത്തെ പരാജയത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേ. ഇവിടെ നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് പോരടിച്ച് വിജയിക്കാം. ഇവിടെ നിങ്ങളുടെ ശക്തി കൊണ്ട് പോരടിച്ച് വിജയിക്കാം. ഇവിടെ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താം. ഇവിടെ നിങ്ങൾ വിജയികളാണെന്ന് സ്വയം പ്രഖ്യാപിക്കാം. എന്നാൽ വിജയപരാജയം
പരാജയങ്ങളുടെ യഥാർത്ഥ ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. മാലിക് യൗമിദ്ദീൻ, അന്നത്തെ ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്. ഓരോ ഫാത്തിഹയിലും അല്ലാഹു ഓർമ്മിപ്പിക്കുന്ന വാക്കതല്ലേ മാലിക് യൗമിദ്ദീൻ. അല്ലാഹു ആരെന്നറിയുമോ? അല്ലാഹു ആരെന്നറിയുമോ? അവൻ പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. അന്ന് അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾക്ക് പഞ്ചപക്ഷമുടക്കി നിൽക്കാനല്ലാതെ അവിടെ ഒന്നും കഴിയില്ല. അവിടെ ആർക്കാണ് പരാജയം? ആരുടെ നന്മയാണോ കുറഞ്ഞു പോകുന്നത്? ദുനിയാവിൽ വോട്ട് കുറയുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെടുമെങ്കിൽ, ദുനിയാവിൽ വോട്ടിന്റെ എണ്ണം കൂടുന്ന സ്ഥാനാർത്ഥി വിജയിക്കുമെങ്കിൽ, പരലോകത്തും അത് തന്നെയാണ്. നന്മയാകുന്ന ബാലറ്റുകൾ, നന്മയാകുന്ന വോട്ടുകൾ അത് ആർക്കാണോ കുറവുള്ളത്, അവരാണ് സ്വയം നശിച്ചവർ. അവർ നരകത്തിൽ ശാശ്വതരാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ എന്നോട് പറയുന്നു, എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, ദുനിയാവിലെ പരാജയത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വിജയങ്ങൾ ഇന്നൊരാളിനാണെങ്കിൽ നാളെ മറ്റൊരാളിനാണ്. ഇന്നിവിടെ പരാജയം ഒരാളിനാണെങ്കിൽ പരാജയം മറ്റൊരാളിനാണ്. ഇവിടെ പ്രശ്നമില്ല. പക്ഷേ നമ്മളൊക്കെ നേരിടേണ്ടി വരുന്നൊരു പരാജയമുണ്ട്. അത് പരലോകത്തെ പരാജയമാണ്. അവിടെ നമുക്ക് രക്ഷപ്പെടണോ? അവിടെ നമുക്ക് വിജയിക്കണം. അല്ലാഹു നമ്മളെ ഉണർത്തുന്നതാണ്. ഖുർആനിന്റെ ആയത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ എത്രയെത്രയോ തലങ്ങളിലാണെന്ന് പറയുന്നു. ഈമാൻ കൊണ്ട് പരാജയപ്പെട്ടാൽ അവൻ നാശത്തിലാണ്. ഈ ദുനിയാവിൽ എന്തൊക്കെ ലഭിച്ചാലും ശരി, എത്ര വലിയ സമ്പാദ്യങ്ങളും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും ലഭിച്ചാലും ശരി, ആർക്കാണോ ഈമാൻ നഷ്ടപ്പെട്ടത്, അവന്റെ അമലുകളെല്ലാം പൊളിഞ്ഞുപോയി. ദുനിയാവിൽ നിങ്ങൾ എന്തൊക്കെയോ വാരിക്കൂട്ടിയേക്കാം, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേക്കാം, വലിയ സ്ഥാനമാനങ്ങളിൽ നിങ്ങൾ എത്തിയേക്കാം, ആളുകളുടെ മുന്നിൽ നിങ്ങൾക്ക് വലിയ പേരുണ്ടാകാം. പക്ഷെ ഈമാനില്ല എങ്കിൽ, ഈമാനിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയാൽ അവന്റെ അമലുകളെല്ലാം അവിടെ പൊളിഞ്ഞു പോയി. അവൻ പരലോകത്ത് നഷ്ടത്തിലാണ്, നഷ്ടത്തിലാണ്. അല്ലാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ സ്വയം ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ചിന്തിക്കണം. ദുനിയാവിന്റെ ജീവിതം വളരെ താൽക്കാലികമല്ലേ, വളരെ നൈമിഷികമല്ലേ? നമ്മളെല്ലാം ചെന്ന് നിൽക്കേണ്ട മഹ്ശറ മുറ്റമുണ്ടല്ലോ. അവിടെ ആർക്കാണ് വിജയിക്കാൻ കഴിയുക? അവിടെ ആരാണ് പരാജയപ്പെടുക? ഇത് നമ്മൾ ഇങ്ങനെ സ്വയം ചിന്തിക്കണം. മറ്റുള്ളവരുടെ പരാജയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതിന് ഞാൻ എന്റെ പരാജയത്തെ കുറിച്ച് സ്വന്തം മനസ്സിലാക്കണം. അതിനാണ് ദുനിയാവിൽ അല്ലാഹു പരീക്ഷ നമുക്ക് തന്നത്. മഹാനായ സയ്യിദനാ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിലെ രണ്ടാമത്തെ ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കരയുന്ന ഒരു രംഗമുണ്ട്. പതിരാത്രി എഴുന്നേറ്റ് നിന്ന് കരയുന്നു. തൊട്ടുകിടപ്പിനകമെന്ന പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഉമറിന്റെ കരച്ചിൽ കേട്ടവരും ചാടി എഴുന്നേറ്റ് കരയുന്നതാണെന്നറിയില്ല. രണ്ടുപേരുടെ കരച്ചിൽ കേട്ടുകൊണ്ട് വീട്ടിലുള്ളവരെല്ലാം എഴുന്നേറ്റു. എല്ലാവരും കൂട്ടക്കരച്ചിലായി. എല്ലാം സമാധാനമായപ്പോൾ ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പാതിരാത്രി നിങ്ങൾ എങ്ങനെ കരഞ്ഞത്? നിങ്ങൾ അധികാരം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർമ്മിട്ടാണോ? നാളെ നിങ്ങളുടെ രാജ്യത്തിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സൈന്യം ആക്രമിക്കാൻ വരുന്നുണ്ടോ? ഒരു ഭരണാധികാരി ഏറ്റവും കൂടുതൽ കരയണമെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യം സംഭവിക്കണ്ടേ? ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ രാജ്യത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞതല്ല, എനിക്ക് വരാൻ പോകുന്ന ദുനിയാവിലെ ഏതെങ്കിലും നഷ്ടത്തെ കുറിച്ച് ഓർത്ത് കരഞ്ഞതല്ല. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ നാളെ പരലോകത്ത് മഹ്ശറാ മുറ്റത്ത് റബ്ബിന്റെ കോടതിയിൽ വരുന്നൊരു പ്രഖ്യാപനത്തെ ഞാൻ ഓർത്തുപോയി ഫാത്തിമ. ആ പ്രഖ്യാപനം ഏതാണ്? ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ്സഈർ. അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നൊരു വിളിനാളം വരുന്നുണ്ടല്ലോ. ഇതാ സ്വർഗത്തിലേക്കുള്ള സംഘങ്ങൾ, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട് മുട്ടുകൊള്ളുക. നരകത്തിന്റെ ആളുകള് ഇതാ നരകത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളുക. ഈ ഒരു വിളിയാളം കേൾക്കുമ്പോൾ ഈ ഉമർ ഏത് വിഭാഗത്തിലാണെന്ന് ഞാൻ അറിയാതെ ചിന്തിച്ചു
ചോദിച്ചു, ഞാൻ കരഞ്ഞു പോയതാണ് ഫാത്തിമ, ഫരീഖുൻ ഫിൽ ജന്നയിലാണോ, എനിക്ക് സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമോ, അതല്ല ഫരീഖുൻ ഫിന്നാർ, നരകത്തിന്റെ വിഭാഗത്തിൽ ഞാൻ പെട്ടുപോകുമോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ചിന്ത അതായിരിക്കണമല്ലോ. ഫാത്തിമ ബീവി പ്രിയപ്പെട്ടവരെ സമാധാനിപ്പിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ എത്രയോ ജീവിതത്തിൽ നന്മ ചെയ്തവരാ, നിങ്ങൾ ഭരണാധികർത്താവായിക്കൊണ്ട് പ്രജകൾക്ക് എത്ര ഉപകാരങ്ങൾ ചെയ്തവരാ, നിങ്ങൾ ഫരീഖുൻ ഫിൽ ജന്നയിലാണ്, നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ്. അപ്പോഴും ഉമർ അബ്ദുൽ അസീസ് ഓതിപ്പോയില്ലേ, ഉമൽ ഖഫ്ഫത്ത് മവാസിനുഹു, പ്രിയപ്പെട്ട ഫാത്തിമ, ഖുർആനിന്റെ ഒരു ആയത്തിന്റെ ഉറക്കം കെടുത്തുകയാണ് ഫാത്തിമ. ആരുടെ നന്മയാണോ ഒരൽപ്പം കുറഞ്ഞു പോകുന്നത്, ഫൗലായികല്ലദീന ഖസറൂ അൻഫുസഹും, അവർ സ്വയം പരാജിതരായി, ഫിന്നാരി ജഹന്നമ ഖാലിദൂൻ, അവർ നരകത്തിൽ ശാശ്വതരാകേണ്ടവരല്ലേ ഫാത്തിമ. ഇത് ഓതിയിട്ട് വീണ്ടും ബോധക്ഷയനായി ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ഉമർ അബ്ദുൽ അസീസ് വീണ്ടും ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീകളെ, എന്റെ സഹോദരങ്ങളെ, ഇത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദുനിയാവിലെ പരാജയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യമാ, ദുനിയാവിലെ വിജയത്തിന്റെ പേരിൽ അഹങ്കരിച്ചിട്ട് എന്ത് കാര്യമാ? ഒരു സത്യവിശ്വാസിയാണോ? പരലോകത്തെ പരാജയമാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമ്മളുടെ മുൻഗാമികൾ കാണിച്ചത് അതാണ്. ഇന്ന് ദുനിയാവിന്റെ ജീവിതം മത്സരമല്ലേ പ്രിയമുള്ളവരെ? അധികാരികൾ തമ്മിൽ മത്സരമാണ്, കുടുംബക്കാർ തമ്മിൽ മത്സരമാണ്, കൂട്ടുകാർ തമ്മിൽ മത്സരമാണ്. ദുനിയാവിൽ എന്തെങ്കിലും നേടുവാൻ വേണ്ടി ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, നിങ്ങൾ മത്സരിക്കണമെങ്കിൽ നിങ്ങൾ പരലോകത്തെ കാര്യത്തിൽ മത്സരിക്കണേ. നിങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ മത്സരിക്കണേ. വസാരിഊ ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ മഗ്ഫിറത്തിലേക്ക് മത്സരിക്കണേ. ഇതിന് നമ്മൾ തയ്യാറാവണം. ദുനിയാവിലെ കുറഞ്ഞ കാലത്ത് ജീവിതം എപ്പോഴാണ് ഇസ്രായേൽ എന്റെ അടുക്കൽ വരുന്നറിയില്ലല്ലോ, നിങ്ങളുടെ ഓരോരുത്തരുടെ അടുക്കലേക്ക് വരുന്നതറിയില്ലല്ലോ. അതിനു മുമ്പ് ഞങ്ങൾ മഗ്ഫിറത്തിലേക്ക് ഓടിക്കയറണേ, വജന്നത്തിൽ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ പോകണേ. ആ സ്വർഗ്ഗത്തിന്റെ വിശാലത ഈ ആകാശ ഭൂമിയോളം വരുമല്ലോ. എനിക്ക് നിങ്ങൾക്കും അല്ല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗം എത്ര മനോഹരമാണ് പ്രിയമുള്ളവരെ. ആ സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ ദുനിയാവിലെ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി, ഈ ദുനിയാവിലെ ഏതെങ്കിലും അധികാരത്തിന് വേണ്ടി, ഈ ദുനിയാവിലെ ഏതെങ്കിലും സുഖത്തിന് വേണ്ടി മനുഷ്യൻ മാറ്റിവെച്ചാൽ, പരലോകത്തെ നഷ്ടപ്പെടുത്തിയാൽ അവനല്ലേ ഏറ്റവും വലിയ പരാജയം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആഖിറത്തെ കുറിച്ച് ചർച്ച ചെയ്യണം. ദുനിയാവിലെ ചർച്ചകൾ നമുക്ക് കൂടിപ്പോയി. നമ്മൾ നാം കനക്കുന്നത്, നമ്മളുടെ വാ തുറക്കുന്നത് ദുനിയാവിന്റെ കാര്യങ്ങളാ, മറ്റുള്ളവരുടെ കാര്യങ്ങളാ, മറ്റുള്ള കുറിച്ച് കൊടുത്ത വിഷയങ്ങളാ. നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം? ആലോചിച്ച് നോക്കി. മറ്റുള്ളവരെ കുറിച്ച് ഓർത്തിട്ട് നമുക്ക് എന്ത് ലാഭം, എന്ത് നഷ്ടം? ഒന്നുമില്ല. ഒരു ബുദ്ധിമാനായ, ഒരു ഫിലോസഫറായ, ഒരു യുക്തിചിന്തകനായ ഒരു മനുഷ്യന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ സംസാരിക്കുന്ന കാര്യം ഞാനോ നീയോമായി ബന്ധപ്പെട്ട കാര്യമാണോ? അതല്ല. രണ്ടാമത്തെ ചോദിച്ചു, ഈ സംസാരിക്കാൻ പോകുന്ന വിഷയം എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും നന്മയുണ്ടാകുന്ന കാര്യമാണോ? അതുമല്ല. മൂന്നാമത് ചോദിച്ചു, ഈ കൊണ്ടാകുന്ന കാര്യം കൊണ്ട് എനിക്കോ നിങ്ങൾക്കല്ലാതെ മൂന്നാമതൊരാളിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അതുമില്ല. അപ്പോൾ അദ്ദേഹം ഫിലോസഫർ തിരിച്ചു പറഞ്ഞു, എത്രേ, ഈ ഒരു കാര്യം ഞാൻ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ ഞാനോ നീയോമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കണം, അതല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം കൊണ്ട് എനിക്കോ നിനക്കോ എന്തെങ്കിലും ഗുണമുണ്ടാകണം, അതുമല്ലെങ്കിൽ ആ പറഞ്ഞ വിഷയം കൊണ്ട് മൂന്നാമതൊരാളിന് ഗുണമുണ്ടാകണം. ഇതില്ലാത്ത, ഈ മൂന്നാമതൊരു നന്മയില്ലാത്തൊരു കാര്യം എന്തിന് സംസാരിക്കണം നമ്മൾ തമ്മിൽ? പലപ്പോഴും നമ്മളുടെ ഇടയിലുള്ള ചർച്ചകൾ ഇങ്ങനെയാണ്. നമ്മൾ തമ്മിൽ ബന്ധമില്ലാത്തത്, നമുക്കതുകൊണ്ടൊരു ഗുണവുമില്ലാത്തത്, മറ്റൊരാളിനതുകൊണ്ട് ഒരു ഗുണവുമില്ലാത്തത്, മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്ന കാര്യം, എനിക്ക് ദോഷമുണ്ടാകുന്ന കാര്യം, എനിക്ക് തിന്മയുണ്ടാകുന്ന കാര്യം, ഇതിൽ നിന്ന് പരമാവധി മനുഷ്യൻ മാറി നിന്നാൽ, ആരെങ്കിലും അവന്റെ നാമം കൊണ്ട് എനിക്ക് ജാമ്യം നിന്നാൽ, ഹബീബായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ആരെങ്കിലും അവന്റെ നാവ് കൊണ്ട് അഥവാ നാവ് കൊണ്ട് നന്മയല്ലാതെ ഒന്നും പറയില്ലെന്ന് എനിക്ക് ജാമ്യം നിന്നാൽ ഞാൻ അവന് സ്വർഗ്ഗം കൊണ്ട് ജാമ്യം നിൽക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയ്യത്ത് ചെയ്യുമോ നബിയെ? ഒരു സഹാബി വന്ന് തിരുനബിയോട് ചോദിക്കുന്നുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഒരു വസിയ്യത്ത് ചെയ്യുമോ നബിയെ? എനിക്കൊരു നല്ല കാര്യം പറഞ്ഞു തരുമോ നബിയെ? മുത്തുനബി തങ്ങളുടെ മറുപടി, അംസിക് അലൈക ലിസാനക്, മോനെ നീ നിന്റെ നാവിനെ സൂക്ഷിച്ചുകൊള്ളുക. നീ ശരീരം കൊണ്ട് ചെയ്യുന്ന മുഴുവൻ അമലുകളോ ഒരൊറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കുന്ന സാധനമാണ് നിന്റെ നാമത്തെ ലഭിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാൻ ജീവിതത്തിൽ അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും പടച്ചവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.